കൂടെയുള്ളവരെ ജ്വലിപ്പിക്കാനാവണമേ എന്നുള്ളതാണ് ഇന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന ഓർമ്മപ്പെടുത്തലും നമ്മളിന്ന് കർത്താവിൻ്റെ മുൻപിൽ വയ്ക്കുന്ന പ്രാർത്ഥനയും. കൂടെയുള്ളവരെ ജ്വലിപ്പിക്കാനാവണമേ. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്നുള്ള തിരുവചന ഭാഗം നിറവേറുന്ന വിധത്തിൽ ഈശോയുടെ കൂടെ നിൽക്കുന്ന മോശയും ഏലിയായും അവനെ നോക്കുന്ന പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഇങ്ങനെ ജ്വലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാന്നിധ്യം കൊണ്ടും ജ്വലിപ്പിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുളടഞ്ഞു പോകുന്ന ജീവിതത്തില് പ്രകാശത്തിന്റെ കരം പിടിച്ച് കൂട്ടുനടക്കാനായി സ്വർഗം എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇതുവരെ എത്ര വെട്ടം കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കേണ്ട ദിവസമാണ്. മോശയെയും ഏലിയായെയും കർത്താവ് ജ്വലിപ്പിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. മോശ സമാഗമ കൂടാരത്തില് കർത്താവുമായിട്ടുള്ള സംസാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന നേരത്ത് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധത്തില് മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു എന്ന് വചനം പറയുന്നു. ആശ്വത്തില് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ശക്തനായ പ്രവാചകനായ ഏലിയായിക്ക് ജീവിതം മുഴുവൻ വെട്ടം കിട്ടിയിരുന്നത് സ്വർഗത്തിൽ നിന്നായിരുന്നു. ഗുഹയ്ക്കുള്ളില് ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വലിയ പ്രവാചകൻ. ഇതിൻ്റെ അറ്റമെന്ന കണക്ക് അവര് മഹത്വത്തിന്റെ മലയിലെ കർത്താവിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് അവന്റെ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്ന മനുഷ്യരായി കാണപ്പെടുന്നത് നമ്മൾ സുവിശേഷത്തിൽ നിന്ന് കാണും. ഒപ്പം തന്നെ കർത്താവിനെ നോക്കിയ പത്രോസ് സ്ലീഹയും യാക്കോബ് സ്ലീഹയും യോഹന്നാൻ സ്ലീഹയും ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ദർശിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹത്വത്തിന്റെ പ്രകാശം കണ്ട് അവരുടെ ജീവിതം മാറി മറിയുന്നതും നമ്മൾ കാണും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്, കൂടെയുള്ളവരെ ജ്വലിപ്പിക്കാനാവുക. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഈശോ തന്നെയാണ്. കരുണ തൻ കയർ പിടിച്ച്